തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ വീഴ്ചയിൽ ഡോക്ടർ രാജീവ് കുമാറിനെതിരെ കേസെടുത്തു. സുമയ്യയുടെ ശരീരത്തിനുള്ളിൽ ഗൈഡ് വയർ കുടുങ്ങിയത് ഡോക്ടറുടെ അലക്ഷ്യമായ ഇടപെടൽ മൂലമെന്ന് എഫ്ഐആറിൽ പറയുന്നു. തനിക്ക് നീതി വേണമെന്ന് സുമയ്യ മീഡിയ വണിനോട് പറഞ്ഞു. ഓരോ നിമിഷവും ഭയത്തോടെയാണ് ജീവിക്കുന്നത്. നഷ്ടപരിഹാരം ഉറപ്പാക്കണമെന്നും സുമയ്യ ആവശ്യപ്പെട്ടു. ഡോക്ടർക്കെതിരെ നടപടിയെടുക്കാത്തതിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ ഓഫീസിന് മുന്നിൽ സുമയ്യയും കുടുംബവും കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ ഇപ്പോൾ ഡോക്ടർ രാജീവ് കുമാറിനെതിരെ കേസെടുത്തിരിക്കുകയാണ്. 336, 338 വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജും പ്രതികരണം നൽകിയിട്ടുണ്ട്. ഇതിൽ ഈ കേസിന്റെ വിവിധ വശങ്ങൾ പഠിച്ചതിനു ശേഷം വിദഗ്ധ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം തെറ്റ് ചെയ്തവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മന്ത്രിയുടെ പ്രതികരണം വന്നിരിക്കുകയാണ്. ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ ഓഫീസിന് മുന്നിൽ ഇവർ സുമേ അതുപോലെ തന്നെ ബന്ധുക്കളും പ്രതിഷേധവുമായി പ്രതിഷേധം നടത്തുകയാണ്. വലിയ രീതിയിലുള്ള ഒരു ചികിത്സാ വീഴ്ചയാണ് ജനറൽ ആശുപത്രിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്, ഡോക്ടർ രാജീവിന് നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇതിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ ബന്ധുക്കൾ നടത്തുന്നത്. നീതി ലഭിക്കുമെന്ന് കരുതുന്നില്ലേ? നീതി ഉണ്ടാകണം. ഇപ്പോൾ നമ്മൾ കൊടുത്ത കേസിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് കൺട്രോൾമെൻറ്റ് സ്റ്റേഷനിൽ ഡോക്ടറിനെതിരെ കൊടുത്ത പരാതിയിലാണ് കേസെടുത്തത്. അല്ലാതെ ആരോഗ്യവകുപ്പ് ഇതുവരെയും ഡോക്ടറിനെതിരെ ഒരു നടപടി എടുത്തിട്ടില്ല. ആരോഗ്യവകുപ്പ് ആദ്യം ചെയ്യേണ്ടത് ഈ പരാതി കൊടുത്തു അന്ന് മുതൽ, അതായത് ഡോക്ടർ കൃത്യമായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്, കുറ്റം സമ്മതിച്ചിട്ട് പോലും ആ ഡോക്ടറെ സംരക്ഷിക്കുന്ന രീതി, അതായത് ഇത്രയും നേരമായിട്ട് ഡോക്ടറെ സസ്പെൻഡ് ചെയ്യാനോ ഡോക്ടറിനെ നടപടിയെടുക്കാനോ ആരോഗ്യവകുപ്പ് ഇതുവരെയും ചെയ്തിട്ടില്ല എന്നാണ് അറിയുന്നത്. അതുകൊണ്ട് ഇന്നലെ നിങ്ങൾ പരാതി നൽകിയായിരുന്നല്ലോ ആരോഗ്യ വകുപ്പിന്. ഇതുവരെ ഡയറക്ടറെ യാതൊരു വിവരവുമില്ല, ഒരു വിശദീകരണമില്ല. ഇല്ല, ഇന്നലെ അല്ല, മെനിങ്ങാന്നാണ് പരാതി കൊടുത്തത്. ഇന്നലെ അവധിയായതുകൊണ്ട് മെനിങ്ങാന്ന് പരാതി കൊടുത്തതാണ്. മെനിങ്ങാന്ന് പരാതി കൊടുത്തു. പരാതി DMOയ്ക്കാണ് കൊടുത്തത്. DMO കാണാൻ പറ്റിയില്ല. അതിനുശേഷം DMO പിറ്റേന്ന് ലീവാണെന്ന് പറഞ്ഞു. ഇന്ന് നമ്മുടെ ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ഓഫീസിൽ നമ്മളിപ്പോൾ ഉള്ളത്. കാരണം ഡയറക്ടർ ഓഫീസിലാണ് നമ്മൾ ആദ്യം പരാതിയുമായി വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ അവർ പറഞ്ഞത്, നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ DMO ഓഫീസിൽ പോയി പരാതി കൊടുത്താൽ മതി, അവിടെ നിന്ന് ഫോർവേഡ് ചെയ്യുന്നതാണ് പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് ഡയറക്ടറെ നേരിട്ട് കാണണം. കൃത്യമായ ഒരു നീതി, അതായത് സുമയ്യയുടെ ഈ സർജറിയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ഇപ്പോൾ FIR പുറത്തു വന്നിട്ടുണ്ട്. സുമയ്യയുടെ ശരീരത്തിനുള്ളിൽ ഗൈഡ് വയർ കുടുങ്ങിയത് ഡോക്ടറുടെ അലക്ഷ്യമായ ഇടപെടൽ മൂലമെന്ന് FIRലുണ്ട്. ഇപ്പോൾ എന്ത് പ്രതികരിക്കുന്നു? സുമയ്യക്ക് എന്ത് പ്രതികരണമാണ്? എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഈ ഗൈഡ് വയർ അവർ തിരിച്ചെടുത്ത് തരുകയും വേണം. എനിക്ക് അതിനുള്ള നഷ്ടപരിഹാരവും വേണം. ഡോക്ടറിന് അതിനുള്ള ശിക്ഷയും കൊടുക്കണം. എൻ്റെ ശരീരത്തിലുള്ള കാലം അവർ പറയുന്നത് കുഴപ്പമില്ല, കിടക്കുന്നതുകൊണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ എൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത്. അതെനിക്ക് ഓരോ നിമിഷം തോറും എനിക്ക് പേടിയുണ്ട്, എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന്. ഇത് ഡോക്ടർ തന്നെയാണ്, ഇത് എൻ്റെ ഉള്ളിൽ കിടക്കുന്ന എനിക്ക് തിരിച്ചെടുത്ത് തരുകയും വേണം. അതിനുള്ള ശിക്ഷയും ഡോക്ടർക്ക് കൊടുക്കണം. ഡോക്ടർക്ക് അറിയാമായിരുന്നു ഇത് ഡോക്ടറുടെ കയ്യബദ്ധമാണെന്ന്, അത് നിങ്ങളോട് സമ്മതിച്ചിട്ടുണ്ടോ? അതെ, ഡോക്ടർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണല്ലോ ഡോക്ടർ എനിക്ക് സ്കീറ്റി എടുക്കാനൊക്കെ ക്യാഷ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ തന്നത്. ആരടുത്തും പറയണ്ട എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡോക്ടർ തന്നെ അത് കീഹോൾ സർജറി എടുത്തു തരാമെന്നും ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. വലിയ തരത്തിലുള്ള അവശതകളാണ് ശ്വാസതടസ്സം മൂലമൊക്കെ നേരിടുന്നത് അല്ലേ? അതെ, ശ്വാസം മുട്ടും കിതപ്പൊക്കെ എനിക്കിപ്പോഴും ഉണ്ട്. ഡയറക്ടറെ കാണാതെ ഇവിടുന്ന് മടങ്ങില്ല? എല്ലാ ഡയറക്ടറെ കണ്ടിട്ടേ ഞാൻ പോകത്തുള്ളൂ. എനിക്ക് നീതി വേണം. അതെ, നീതി വേണമെന്നുള്ള ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സുമയ്യയും കുടുംബവും. വലിയ രീതിയിലുള്ള ഒരു അനാസ്ഥയാണ് നടന്നിരിക്കുന്നത്, വലിയൊരു ചികിത്സാ വീഴ്ചയാണ് നടന്നിരിക്കുന്നത്. നീതിക്കായിട്ട് ഇവിടെ പ്രതിഷേധം തുടരുകയാണ്.